നമസ്കാരം. ഏറ്റവും എളുപ്പത്തിൽ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന മീനച്ചാറാണ് ഇന്നത്തെ റെസിപ്പി. വെൽക്കം ടു ദ വീഡിയോ. ആദ്യം തന്നെ മീനച്ചാറിലേക്ക് ആവശ്യമായ മീന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ചതാണ്. ഇത് വറുത്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ നല്ലെണ്ണയിലേക്ക് പുരട്ടി വെച്ച മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യാം. ഞാൻ 1 കിലോ 300 ഗ്രാം മീനാണ്, ചൂരമീനാണ് വാങ്ങിയിരിക്കുന്നത്. ഇത് 2 ബാറ്ററായിട്ട് വറുത്തെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഇനിയൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഫിഷെല്ലാം ഈ ഗോൾഡൻ ബ്രൗൺ കളർ വരെ ആയിട്ടുണ്ട്. ഞാനിത് കോരിയെടുക്കുകയാണ്. ഫിഷ് കഷ്ണങ്ങൾ ഇതേപോലെ ഡീപ്പ് ഫ്രൈ ആയി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചേരുവ വെളുത്തുള്ളി വറുത്തെടുക്കാം. മീൻ വറുത്ത അതേ നല്ലെണ്ണയിലേക്ക് തന്നെ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1/2 കിലോ മലമ്പൂണ്ട്, ചെറിയ വെളുത്തുള്ളിയല്ല, മലമ്പൂണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. ഒരു മീഡിയം ബോയിലിംഗ് ആകുമ്പോൾ കോരിയെടുക്കണം. വെളുത്തുള്ളി ഇതുപോലെ ആയിട്ടുണ്ട്. ഞാനിത് എടുക്കാൻ പോവുകയാണ്. വെളുത്തുള്ളി വറുത്ത് കോരിയ അതേ എണ്ണയിലേക്ക് തന്നെ ഇഞ്ചി കഷ്ണങ്ങളാക്കിയത് ആഡ് ചെയ്യാം. ഇഞ്ചി കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. കാരണം അത് വറുത്ത് കഴിഞ്ഞിട്ടൊന്ന് ഫ്രഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇഞ്ചി ഇത് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കറിവേപ്പില വറുത്തെടുക്കാം. അതേ ഓയിലിലേക്ക് കറിവേപ്പില, കഴുകിയെടുത്ത കറിവേപ്പില ആഡ് ചെയ്യണം. ബാലൻസായ നല്ലെണ്ണയിലേക്ക് വറുത്തെടുത്ത ക്രഷ് ചെയ്ത ഇഞ്ചിയാണ് ചേർക്കുന്നത്. ഞാൻ ഇഞ്ചി ഒരു 300 ഗ്രാം മലമ്പൂണ്ട്, ഒരു തോലോട് കൂടിയ മലമ്പൂണ്ട് 1/2 കിലോ ആണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ക്രഷ് ചെയ്ത ഇഞ്ചി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൽ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇഞ്ചി വഴറ്റിയതിലേക്ക് 40 ഗ്രാം അച്ചാർ പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. അച്ചാർ പൊടിക്ക് ശേഷം 40 ഗ്രാം മുളക് പൊടി കൂടെ ആഡ് ചെയ്യും. ഇതിൽ കാശ്മീരി മുളക് പൊടി കുറച്ചുണ്ട്, സാധാ മുളക് പൊടിയും കൂടെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കൂടെ നമ്മളിതിലേക്ക് മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മീൻ വറുക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് വറുത്തെടുത്തിരിക്കുന്നത്. എന്നാലും മസാലയിൽ ഉപ്പുണ്ടാവില്ല. അതുകൊണ്ട് ഉപ്പ് കുറച്ച് 2 സ്പൂണ് ആഡ് ചെയ്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ഒരു പച്ചച്ചൊവ ഉണ്ടാവും. അത് മാറുന്നവരെ നമ്മൾ ഈ മുളക് പൊടി ഇത് വഴറ്റി കൊടുക്കുക. ഇനി ഈ മസാലയിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി വറുത്തെടുത്ത വെളുത്തുള്ളി, വറുത്തെടുത്ത ഫിഷ്, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഈ മസാലക്കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.